ചിറ്റൂർ പുഴയിലെ ഷൺമുഖം കോസ്വേയിൽ ഓവിനുള്ളിൽ അകപ്പെട്ട കോയമ്പത്തൂർ സ്വദേശികളിൽ ഒരാളായ അരുണിനെ കണ്ടെത്തിയിരിക്കുന്നു. മുൻപ് ശ്രീ ഗൗതം എന്നുള്ള വിദ്യാർത്ഥിയുടെ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. മരിച്ചു എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അരുണിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കാണാതായ അരുണിന് വേണ്ടി ഓവിൻ്റെ ഉള്ളിലേക്ക് സ്കൂബ സംഘം ഇറങ്ങി പരിശോധന നടത്തുകയാണ് ചെയ്തത്. അതിശക്തമായ ഒഴുക്കായിരുന്നു പുഴയിലുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനത്തെല്ലാം ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അവിടെ നിന്നുള്ള നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അരുണിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും സ്കൂബ സംഘവുമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം അതിന് നേതൃത്വം നൽകിയത്. പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. 10 അംഗ വിദ്യാർത്ഥി സംഘമാണ് കോയമ്പത്തൂരിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. അവരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള ധാരണയുണ്ടായിരുന്നില്ല ഈ വിദ്യാർത്ഥികൾക്ക് എന്നുള്ളതാണ്. അജിത്ത്, ഇപ്പോൾ അരുണിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം? നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം അരുണിന്റെയും മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞെന്നുള്ളത് തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആകെയുള്ള പ്രതീക്ഷ അരുണിനെ ജീവനോടെ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അരുണിന് ഇത്തരത്തിൽ സമയം ഇത്രത്തോളം വൈകിയതുകൊണ്ട് അത്തരത്തിലൊരു പ്രതീക്ഷയും ഉണ്ടാവില്ലെന്ന് അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങനെ അത്തരത്തിൽ രീതിയിൽ പറയാതിരുന്നത് സ്വാഭാവികമായും അത് കുറേയധികം ആളുകൾ അവിടെ പ്രതീക്ഷയോടെ അരുണിനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയതിനു ശേഷം മാത്രം ആ നിലയ്ക്ക് പറയാമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ആ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന. അരുണിന്റെ കൂടി മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവമായി അത് മാറിയിരിക്കുന്നു. വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, അവർ കുളിക്കാനായി ഒരു കൂട്ടുകാരെല്ലാം ചേർന്ന് കേരളത്തിലേക്ക് എത്തിയതാണ്. അതാണ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും മാറാൻ പാടില്ലാത്ത ഒരു വലിയ അനുഭവമായി ആ വിദ്യാർത്ഥികൾക്ക് മാറുന്നത്. അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലെല്ലാം വലിയ ട്രോമയായി ഇത് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദാരുണമായ സംഭവം. 2 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. അരുണും അതേപോലെ തന്നെ ശ്രീ ഗൗതത്തിനും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. ആദ്യഘട്ടത്തിൽ ശ്രീ ഗൗതത്തെ കണ്ടെത്താൻ കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. രണ്ടാമതാണ് അരുണിനായി അവിടെയെല്ലാം തെരച്ചിൽ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹോളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ റെഗുലേറ്റർ ഓഫ് ചെയ്തതോടുകൂടി ഒഴുക്കിൽ കുറവ് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഹോളിന്റെ പരിസരത്ത് നിന്ന് അരുണിനെ ഒരു നാട്ടുകാരൻ കാണുന്നത്. ആ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയ ആളുകളോട് അറിയിക്കുകയും ഇവിടെ കേന്ദ്രീകരിച്ചൊരു തെരച്ചിൽ നടത്തുകയും ചെയ്യുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ അരുണിന്റെ മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. നാട്ടുകാരൻ കണ്ടതനുസരിച്ച് ഈ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിലാണ് ഇത്തരത്തിൽ ആ ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യം, 2 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കുളിക്കാനായി ഈ പുഴയിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ്. അവർ ഒഴുക്കിൽപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഈ ഹോളിന്റെ അവിടുത്തെ വെള്ളം അവിടേക്ക് ഹോളിലേക്ക് വലിച്ചെടുക്കുന്ന ആ ഭാഗത്ത് പെടുകയും അകത്തേക്ക് പോകുകയുമായിരുന്നു. ആ പോയ സമയത്താണ് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ ആ ജീവൻ നഷ്ടപ്പെട്ട 2 പേരെയും ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ ഈ ശ്രീഗൗതത്തിനെ പുറത്തെത്തിച്ചപ്പോൾ സംശയമുണ്ടായിരുന്നു ഹൃദയത്തിന് ജീവനുണ്ടോന്ന്. കാരണം പൾസ് ഉൾപ്പെടെ ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കിയവർ പ്രാഥമികമായി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ അരുണിനെ ഇത്തരത്തിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ശരി അജിത്ത്, എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമായി പോയി. ചിറ്റൂർ പുഴയിലെ ഷൺമുഖം കോസ്വേയിൽ ഓവിനുള്ളിൽ അകപ്പെട്ട 2 വിദ്യാർത്ഥികൾക്കും ദാരുണാന്ത്യം. നേരത്തെ തന്നെ ശ്രീ ഗൗതമിനെ പുറത്തെത്തിച്ചിരുന്നു. ശ്രീ ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ അരുണിന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. നീണ്ട നേരത്തെ തിരച്ചിലിനൊടുവിലാണ് അരുണിനെ കണ്ടെത്താനായിരിക്കുന്നത്. എന്നാൽ അരുണിനെയും ജീവനോടെ രക്ഷിക്കാനായില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയായിരിക്കുന്നു.